ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബി എ ട്യൂട്ടോറിയൽ. എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം ഇല്ലേ? ഗാഗ്നെയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിൻ്റെ മോക്ക് ടെസ്റ്റ് ഇന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. 21 ചോദ്യങ്ങളടങ്ങുന്ന മോക്ക് ടെസ്റ്റാണ്. ഗാഗ്നെയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി എൻ്റെ ചാനൽ ഇതുവരെയും കാണാത്തവരാണ്, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം പോയി ഗാഗ്നെയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ് പഠിക്കണം. അപ്പോൾ അത് ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പ്. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കേണ്ടിയേ വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിച്ച് വെച്ചേക്കുകയാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സാധാരണ ഈ ചോദ്യം ചോദിക്കുന്ന ദിവസങ്ങളിൽ ടീച്ചറിന് ഭയങ്കര സന്തോഷവും കുട്ടികൾക്ക് ഭയങ്കര വിഷമവും ടെൻഷനൊക്കെ ഉള്ള സമയമാണല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള വിശ്വാസമാണ്. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. ആദ്യത്തെ ചോദ്യം: Which is the condition of learning by means of association in terms of the behavioristic principles of Pavlov? Stimulus response learning, signal learning, concept learning, rule learning. ആൻസർ ഇതാണ്, സിഗ്നൽ ലേണിംഗ് ആണ് അല്ലേ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമുക്കറിയാം എന്താണ് ബിഹേവിയറിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഓഫ് പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട ലേണിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? സിഗ്നൽ ലേണിംഗ് ആണ് ഇല്ലേ. അപ്പോൾ സിഗ്നൽ ഏതാണ്? അവിടെ ബെല്ല്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. നമ്മളിനി ഒന്നുകൂടി പറഞ്ഞു ബോറാക്കണ്ട. അപ്പോൾ അതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം: ഹൗ മെനി ഈവൻസ് ആർ ഇൻ ഗാഗ്നെസ് ഈവൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ? 7, 8, 9, 10. ആൻസർ ഏതാണ്? ആൻസർ 8 ആണ് അല്ലേ. അടുത്ത മൂന്നാമത്തെ ചോദ്യം: വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് ലേണിംഗ് by means of association in terms of the operant conditioning theory in Gagne's hierarchy? Signal learning, concept learning, stimulus response learning, rule learning. ആൻസർ ഇതാണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ് ഇല്ലേ. അതായത് ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറിയുമായിട്ട് ഇവിടെ ചേർന്ന് വരുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ് അല്ലേ. ഇനി അടുത്ത് നാലാമത്തെ ചോദ്യം: ആസ്കിങ് സ്റ്റുഡൻസ് വാട്ട് ദെയർ നോളജ് ഓഫ് പ്ലാനറ്റ്സ് ബിഫോർ ടീച്ചിങ് എ യൂണിറ്റ് about the solar system would be an example of stimulate recall of prior learning, gain attention, presenting the stimulus, assess performance. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. സ്റ്റിമുലേറ്റ് റീകോൾ ഓഫ് പ്രയർ നോളജ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ പഠിച്ചു ഗാഗ്നെയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? കുട്ടിയുടെ പ്രീവിയസ് നോളജുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഫുൾ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ സോളാർ സിസ്റ്റം എന്നുള്ള ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് പഠിപ്പിക്കുന്നതിന് മുന്നേ പ്ലാനറ്റ്സുകളെ കുറിച്ച് കുട്ടികൾക്ക് എന്തറിയാം എന്ന് ടീച്ചർ ആസ്കിങ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, കുട്ടികളോട് ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഉദാഹരണമാണ്? പ്രയർ നോളജുമായിട്ട് അല്ലെങ്കിൽ പ്രയർ ലേണിംഗ്, അതായത് കുട്ടി മുന്നേ പഠിച്ച കാര്യങ്ങളുമായിട്ട് പുതിയ കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണത് അല്ലേ. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം: ഇൻ ഗാഗ്നെസ് ഹൈറാർക്കി ദ അസംഷൻ ഈസ് ദാറ്റ് ലോവർ ഓർഡർ ലേണിംഗ് റൺസ് പാരലൽ വിത്ത് ദി അതർ ലേണിംഗ്. Lower order learning occurs before higher order learning. Higher order learning goes together with other learning. Lower and higher order learning are not related. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ലോവർ ഓർഡർ ലേണിംഗ് ഒക്കേഴ്സ് ബിഫോർ ഹയർ ഓർഡർ ലേണിംഗ് ഇല്ലേ. നമ്മൾ തന്നെ പഠിച്ചു, നമ്മൾ ആ ഒരു ലേണിങ്ങിൻ്റെ 8 ലെവൽസിനെ 2ആയിട്ട് തിരിച്ചിട്ട് ഇല്ലേ. ആദ്യം ലോവർ ലെവലെന്നും ഹയർ ലെവലെന്നും തിരിച്ചു. അപ്പോൾ ഇതിൽ ലോവർ ലെവലിന് ശേഷമാണ് എന്ത് വരുന്നത്? ഹയർ ലെവൽ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്.
ഇനി അടുത്ത് 6ാമത്തെ ചോദ്യം. According to Gagne's hierarchy of learning, which of the following does not focus the cognitive aspect? Problem solving, principle learning, signal learning, concept learning. ഞാൻ ഇതിൻ്റെയൊക്കെ മീനിങ് പറയാത്തത് നിങ്ങൾ പഠിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പഠിച്ചിട്ടിരുന്നിട്ട് വീണ്ടും ഞാനിതിൻ്റെ മീനിങ് പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തില്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. ഓക്കെ, അപ്പോൾ ആൻസർ പറയുന്ന കൂട്ടത്തിൽ പറയാം, പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് അത് കേട്ടെടുക്കണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ്, ഇപ്പോൾ അവിടെ ആൻസർ ഏതാ വരുന്നത്? സിഗ്നൽ ലേണിംഗ് ആണ് ഇല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? കൊഗ്നിറ്റീവ് ആസ്പെക്റ്റിനകത്ത് വരാത്തത് ഏത് എന്നുള്ളതാണ് ഇല്ലേ. അപ്പോൾ കൊഗ്നിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? മുകളിലുള്ള 4 ഇല്ലേ. താഴെയുള്ള 4 ഏതാണ്? ബിഹേവിയറിസ്റ്റിക് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ബിഹേവിയറിസ്റ്റ് ആസ്പെക്റ്റിൽ വരുന്നതാണ് സിഗ്നൽ ലേണിംഗ്. കൊഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ വരുന്നതല്ല ഏത്? സിഗ്നൽ ലേണിംഗ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത 7ാമത്തെ ചോദ്യം. Which of the following is not a category in Gagne's hierarchy of learning? Chaining, concept learning, symbolic association, problem solving. ആൻസർ ഏതാണ്? സിംബോളിക് അസോസിയേഷൻസ് ആണല്ലേ. അപ്പോൾ സിംബോളിക് അസോസിയേഷൻ എന്നൊരു കാറ്റഗറി നമ്മൾ എന്തിൽ പഠിച്ചിട്ടില്ല? ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിൽ പഠിച്ചിട്ടില്ല. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം. According to Gagne's hierarchy of learning, which is the highest level of cognitive process? Verbal association, problem solving, concept learning, principle learning. ആൻസർ ഏതാണ്? ആൻസർ പ്രോബ്ലം സോൾവിംഗ് ആണ് ഇല്ലേ. ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സ് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതേതാണ്? പ്രോബ്ലം സോൾവിംഗ് ആണ്. ഇനി അടുത്ത് 9ാമത്തെ ചോദ്യം. Who among the following is associated with hierarchy of learning? Abraham Maslow, Edgar Dale, Howard Gardner, Robert Gagne. ആൻസർ ഏതാണ്? ആൻസർ റോബർട്ട് ഗാഗ്നെ ആണ് ഇല്ലേ. അപ്പോൾ ഇവിടെ പറയുന്ന എബ്രഹാം മാസ്ലോ ഉണ്ട്. എബ്രഹാം മാസ്ലോ എന്താണ്? ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് ഇല്ലേ. ഇനി എഡ്ഗാർ ഡെയിൽ ഉണ്ട്. അതെന്താണ്? കോൺ ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഹൊവാർഡ് ഗാർഡിനർ ഉണ്ട്. ഹൊവാർഡ് ഗാർഡിനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്. ഇവിടെ റോബർട്ട് ഗാഗ്നെയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഓക്കെ, ഇനി അടുത്ത് 10ാമത്തെ ചോദ്യം. സെലക്ട് ദ പെയർ which is not correct. Theory of moral development Kohlberg, theory of cognitive development Piaget, theory of motivation Abraham Maslow, theory of hierarchy of learning J.S. Bruder. ആൻസർ ഏതാണ്? ആൻസർ തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ആരുടേതല്ല? J.S. ബ്രൂണറുടേതല്ല. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു റോബർട്ട് എം ഗാഗ്നയുടേതാണ് ഇല്ലേ. ഇനി അടുത്ത് 11ാമത്തെ ചോദ്യം. ഗാഗ്നേസ് 4 ലെവൽസ് ഓഫ് ഇൻ്റലക്ച്വൽ സ്കിൽസ്: ആക്റ്റീവ്, ഇൻവോൾവ്മെൻറ്റ്, കോൺക്രീറ്റ് കോൺസെപ്റ്റ്, ക്രിയേറ്റിവിറ്റി, ഹയർ ലെവൽസ് ഓഫ് റിട്ടൻഷൻ. Discrimination, concrete concept, higher level of retention, problem solving. Discrimination, active involvement, concrete concept, problem solving. Discrimination, concrete concept, rule using, problem solving. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡിസ്ക്രിമിനേഷൻ, കോൺക്രീറ്റ് കോൺസെപ്റ്റ്, റൂൾ യൂസിങ്, പ്രോബ്ലം സോൾവിങ്. അതായത് ഇവിടെ ചോദിച്ചേക്കുന്നത് ഗാഗ്നയുടെ 4 ഇൻ്റലക്ച്വൽ സ്കിൽസ് ഏതൊക്കെയാണെന്നാണ്. 8 ഉണ്ട്. അതിൽ 4 ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. കറക്റ്റ് 4 വരുന്നത് ഏതാണ്? ഈ 4ാമത്തെ ഓപ്ഷനിലാണ് ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിനകത്ത് പറഞ്ഞേക്കുന്ന 4 ലെവൽസ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത് 12ാമത്തെ ചോദ്യം. According to Gagne's theory of learning, which occupies the top of hierarchy? Problem solving, chaining,
SR learning, concept. ആൻസർ ഏതാണ്? ടോപ്പിൽ വരുന്നത് ഏതാണെന്ന ചോദ്യം ഇല്ലേ? അതിൻ്റെ ആൻസർ ഏതാണ്? പ്രോബ്ലം സോൾവിംഗ് ആണ്. ഇനി അടുത്ത് 13ാമത്തെ ചോദ്യം. വിച്ച് ലേണിംഗ് തിയറി കണക്റ്റഡ് വിത്ത് സിഗ്നൽ ലേണിംഗ്? ട്രയൽ ആൻഡ് എറർ തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, ജസ്റ്റാൾട്ട് തിയറി, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ആൻസർ ഏതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ് ഇല്ലേ? സിഗ്നൽ ലേണിങ്ങുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ലേണിംഗ് എന്ന് പറയുന്നത് ഏതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. ഇനി അടുത്ത് 14ാമത്തെ ചോദ്യം. In Gagne's hierarchy of learning, which learning type is also known as skill learning? Concept learning, stimulus response learning, chaining, signal learning. ആൻസർ ഏതാണ്? ആൻസർ ചെയിനിങ് ആണ് ഇല്ലേ? അപ്പോൾ ചെയിനിങ് ആണ് സിഗ്നൽ ലേണിംഗ് എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്നത്. ഇനി അടുത്ത് 15ാമത്തെ ചോദ്യം. സെലക്ട് ദ 4th സ്റ്റേജ് ഇൻ ഗാഗ്നെസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ചെയിനിങ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, പ്രിൻസിപ്പിൾ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ. ആൻസർ ഏതാണ്? വെർബൽ അസോസിയേഷൻ ആണ് ഇല്ലേ? 4ാമത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 4ാമത്തതാകുമ്പോൾ ഏതാണ്? വെർബൽ അസോസിയേഷൻ ആണ്. ഇനി അടുത്ത് 16ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ഗാഗ്നെസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ഫോക്കസ് ദ ബിഹേവിയറൽ ആസ്പെക്ട്? വെർബൽ അസോസിയേഷൻ, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, കോൺസെപ്റ്റ് ലേണിംഗ്. ആൻസർ ഏതാണ്? കോൺസെപ്റ്റ് ലേണിംഗ് ആണ് അല്ലേ? ഇവിടെ ബിഹേവിയറൽ ആസ്പെക്റ്റിനകത്ത് വരാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം താഴെയുള്ള 4 ബിഹേവിയറും മുകളിലുള്ള 4 കോഗ്നിറ്റീവുമാണ് ഇല്ലേ? അപ്പോൾ ഇവിടെ ബിഹേവിയറിനകത്ത് വരാത്തത് ഏതാണ്? കോൺസെപ്റ്റ് ലേണിംഗ് ആണ്. ഇനി അടുത്ത് 17ാമത്തെ ചോദ്യം. വിച്ച് ലേണിംഗ് തിയറി കണക്റ്റഡ് വിത്ത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്? ട്രയൽ ആൻഡ് എറർ തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, ജസ്റ്റാൾട്ട് തിയറി, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ആൻസർ ഏതാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയാണ് ഇല്ലേ? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഏത് തിയറിയുമായിട്ടാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയുമായിട്ടാണ്. ഇനി അടുത്ത് 18ാമത്തെ ചോദ്യം. In which type of learning the learner connect two or more previously learned stimulus response into a linkage sequence? Concept learning, rule learning, chaining, problem solving. ആൻസർ ഏതാണ്? ആൻസർ ചെയിനിങ് ആണ് ഇല്ലേ? അപ്പോൾ ചെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച രണ്ടോ അതിലധികമോ കാര്യങ്ങളെ കണക്ട് ചെയ്ത് ഒരു ലിങ്കേജ് സീക്വൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ചെയിനിങ് ആണ്. ഇനി അടുത്ത 19ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ദ ലേണർ അച്ചീവ് ദ എബിലിറ്റി ടു ക്ലാസിഫൈ? പ്രിൻസിപ്പിൾ ലേണിംഗ്, ചെയിൻ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്. ആൻസർ ഏതാണ്? ആൻസർ കോൺസെപ്റ്റ് ലേണിംഗ് ആണ് ഇല്ലേ? കോൺസെപ്റ്റ് ലേണിങ്ങിനകത്താണ് കുട്ടി ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള എബിലിറ്റി നേടിയെടുക്കുന്നത്. ഇനി അടുത്ത 20ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ഗാഗ്നെസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, വിച്ച് ഈസ് ഹയസ്റ്റ് ലെവൽ ഓഫ് ബിഹേവിയറൽ ആസ്പെക്ട്? ചെയിനിങ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, പ്രിൻസിപ്പിൾ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ. ആൻസർ ഏതാണ്? ആൻസർ വെർബൽ അസോസിയേഷൻ ആണ്. ഇവിടെ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് ബിഹേവിയറൽ ആസ്പെക്റ്റിലെ ഹയസ്റ്റ് ലെവൽ ഏതാണ് എന്നുള്ളത് ഇല്ലേ? ഇനി അടുത്ത 21ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. ഇൻ വിച്ച് സ്റ്റേജ് സ്റ്റുഡൻറ് കമ്പൈനിങ് മോർ ദാൻ 2 പ്രിൻസിപ്പിൾസ് ടു സോൾവ് എ പ്രോബ്ലം? ചെയിനിങ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, പ്രിൻസിപ്പിൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്.
ആൻസർ ഇതാണ്, പ്രോബ്ലം സോൾവിങ് ആണ് അല്ലേ. പ്രോബ്ലം സോൾവിങ് ആണ് എന്ത്, മോർ ദാൻ 2 പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. 2-ലധികം പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ഒരു പുതിയ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ കുട്ടിയിൽ ഉണ്ടാകുന്ന ലേണിംഗ് ഏതാണ്, പ്രോബ്ലം സോൾവിങ് ആണ്. പഠിച്ചാൽ മാത്രമേ ഇത് എഴുതാൻ പറ്റൂ ഇല്ലേ. അപ്പോൾ പഠിക്കാത്തവർക്ക് എന്തായാലും ഇതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഗാഗ്നെയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. നിങ്ങൾ ഏതൊരു മോക്ക് ടെസ്റ്റ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ഗാഗ്നെയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉറപ്പിച്ചു ഇല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു ഇല്ലേ. അപ്പോൾ അത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം നിങ്ങൾ ഓരോ പോർഷൻസും പഠിച്ചില്ലേ എന്നൊക്കെ അറിയുന്നത് ഞാൻ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓരോ ദിവസവും ഓരോരോ ഇതുപോലുള്ള ടോപ്പിക്സുകൾ ഇടുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രമേ പറ്റൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ കൂടെ വേണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ എൻ്റെ പുതിയ ക്ലാസ്സിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ ഏത് പോർഷൻസ് പഠിക്കണമെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയും അതിൻ്റെ ലിങ്കും ഒക്കെ കാണിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന.